ഹേ ഗൈസ്, ഞാനിപ്പോൾ തായ്വാനിലാണ്. കമ്പ്യൂട്ടർസിന്റെ ഭാഗമായിട്ട് കിങ്സ്റ്റൺ എന്റെ പുറകെ കണ്ടോ റേസിംഗ് തീമിലുള്ള വലിയൊരു സെക്ഷൻ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിമുലേറ്ററും കമ്പ്യൂട്ടറും ആൻഡ് കിങ്സ്റ്റൺ ഇതുവരെ റിവീൽ ചെയ്യാത്ത കുറെ പ്രോഡക്ട്സ് ഉണ്ട്. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് നോക്കാം. അത് മാത്രമല്ല, മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ പ്രോഡക്റ്റിൽ റിവീൽ ചെയ്യുന്നത്. സോ ഇതിൻ്റെ അകത്തേക്ക് കയറപ്പോഴാണ് നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സീക്രട്ട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് അവരുടെ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റുകൾ ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് കിങ്സ്റ്റന്റെ 6 റേസേഴ്സ്. ഈ കാണുന്ന റേസേഴ്സ് ഒന്നും ഒറിജിനൽ അല്ല, ഇതെല്ലാം AI ആണ്. ആക്ച്വലി ഈ 6 റേസേഴ്സ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ്റ്റന്റെ 6 കീ പ്രോഡക്ട്സിനെയാണ്. ആ ഒരു എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ 6 റേസേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഈ AI റേസേഴ്സ് റെസംബിൾ ചെയ്യുന്നത് നമ്മുടെ കിങ്സ്റ്റന്റെ 6 കീ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടാണ്. ഓരോന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ കിങ്സ്റ്റന്റെ ഫ്യൂറി റെനഗേഡ് DDR5 RGB റാം നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അടുത്തതായിട്ട് കിങ്സ്റ്റൺ ഫ്യൂറി ബീസ്റ്റ്, അതുപോലെ തന്നെ കിങ്സ്റ്റൺ ഫ്യൂറി ഇമ്പാക്ട് DDR5. അവരുടെ ഓരോ പ്രോഡക്റ്റുകളും ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡേറ്റ ട്രാവലേഴ്സ്, അതായത് നമ്മുടെ USB ഡ്രൈവുകൾ. ഇവിടുത്തെ ബീസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിങ്സ്റ്റന്റെ ഫ്യൂറി റെനഗേഡ് DDR5 RGB ലിമിറ്റഡ് എഡിഷൻ റാം. ലിമിറ്റഡ് എഡിഷൻ റാം എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതാ ഈ വരുന്ന ഹീറ്റ് സിങ്കിൻ്റെ ഈ കളർ വേരിയേഷനാണ്. ഒരു ഡിഫറെൻറ്റ് ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താണ് ഈ ഒരു റേസിംഗ് കാർ, ഈ കാറിൻ്റെ തീമിലുള്ള ഒരു ഹീറ്റ് സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 8000 mAh ഉണ്ട്. 24 GB മുതൽ 48 GB വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീസെറ്റ് ആയിട്ടുള്ള കുറേ RGB ലൈറ്റിംഗ് കൺട്രോൾസും ഉണ്ട്. അതാണ് ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡെമോ കാണിച്ചിട്ടുള്ളത്. അതായത് ഇതേപോലുള്ള ലൈറ്റിംഗ് വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് കൊണ്ടുവന്നതാണ്. കാരണം RGB റാം ആയതുകൊണ്ട് തന്നെ, അത് ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഈ ലിമിറ്റഡ് എഡിഷൻ മാത്രമായിരിക്കും ഈ ഒരു ഫാഷനിലൊക്കെ ലൈറ്റ് കത്തുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയെന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുണ്ട്. ആക്ച്വലി ഇതാ ഇവിടെ ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന കാണപ്പോഴാണ് അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണം. കണ്ടോ, ഭയങ്കര രസമാണ്. ഭയങ്കര രസമാണ്. ഇതിനകത്തുള്ള കളർ വേരിയേഷനും ഭയങ്കര രസമാണ്. ഇതൊരു കമ്പ്യൂട്ടറിലേക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു കമ്പ്യൂട്ടറിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ആൻഡ് ദിസ് ഈസ് ദെയർ ഐക്കോണിക് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എപ്പോഴും മേടിക്കാനൊന്നും പറ്റില്ല, ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ദ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഈ ഒരു റാം അല്ലെങ്കിൽ ഈ ഒരു മദർ ബോർഡിനകത്ത് ഇരിക്കുന്നുണ്ടോ, ഇതൊരു റാമാണ്, പറഞ്ഞാൽ വിശ്വസിക്കോ. സോ 64 GB വരുന്ന ഒരു റാമാണ് ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിങ്സ്റ്റൺ ഫ്യൂരി ഇമ്പാക്ട് DDR5 CAM 2 റാം. സോ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, CAM 2 equipped with MSI Z790 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മദർ ബോർഡ്. അതിനകത്താണ് അവരിത് ആഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പുതിയൊരു ഫോം ഫാക്ടറിലാണ് ഈ ഒരു റാം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ASUSന്റെ ഒരു മദർ ബോർഡിലും ഈ സാധനം വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് എൻറ്റയർ സ്റ്റഫ് നോക്കിയ DDR5 റാമാണ്. 64 GB ആണ് ഇതിൻ്റെ സൈസ്. നമ്മളിപ്പോൾ ഇത്രയും നല്ല റാം വെച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഓരോ സ്ലോട്ടായിട്ടല്ലേ, അതെല്ലാം മാറി ഈ ലെവലിൽ വരുവാണ്. ഒന്ന് ആലോചിച്ചോക്കെ എന്തുമാത്രം കോമ്പാക്റ്റ് ആയിട്ടാണ് നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഹൈ പെർഫോമൻസ് റാമുകൾ നമുക്ക് ഇങ്ങനെ മാത്രമേ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വരപ്പോഴാണ് കിളി പോകുന്നത്. ആൻഡ് തായ്വാനിൽ ഈ ഒരു മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സും ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോഡക്റ്റുകളൊക്കെ മാരക പ്രോഡക്റ്റ്. ഐ പ്രസന്റ് യു ഗൈസ് സ്വിഫ്റ്റ് എക്സസ്. ഇതാണ് നമ്മുടെ കിങ്സ്റ്റൺ കൊണ്ടുവന്നിട്ടുള്ള 2 സെറ്റ് ഓഫ് കിഡിലം സൂപ്പർ വെർസറ്റൈൽ സൂപ്പർ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള പോർട്ടബിൾ അസിസ്റ്റന്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് XS 2000. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ വ്ളോഗറാണ്, നിങ്ങൾ വീഡിയോഗ്രാഫറാണ്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ദ സ്പെക് ഗൈസ്. ഇതൊന്ന് വായിച്ചു നോക്കിയേ. 2000 MB/s, അതായത് 1 മണിക്കൂർ വീഡിയോ 3 സെക്കൻഡിൽ നമുക്ക് കോപ്പി ചെയ്ത് കിട്ടും. തൊട്ട് താഴെയുള്ള സീരീസാണ് XS 1000ഉം XS 1000 റെഡാണ് അവരുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ സാധനം. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഇതാണ് സാധനം. എന്ത് സ്ലിമ്മാണെന്ന് നോക്കിയേ. നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ കൊണ്ടു കിടക്കാം. ആൻഡ് ലുക്ക് അറ്റ് ദ സ്പെക്സ്. 1050 MB/s, 1 TB to 2 TB വരെ സ്റ്റോറേജ് കിട്ടും. 29 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. നോക്കി, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആൻഡ് മൾട്ടി ഡിവൈസ് കേപ്പബിലിറ്റി. ഇപ്പം നിങ്ങൾക്കൊരു ഗോ ടു ഡ്രീം SSD ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കതായിരിക്കും. ആൻഡ്
ദിസ് പ്രോഡക്റ്റ് ഈസ് സൂപ്പർ ഗുഡ്, സൂപ്പർ ഗുഡ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ദേ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ് അറ്റ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ SSD ആണ് ഇനി മുതൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് എത്ര ചെറുതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റിൻ്റെ അകത്ത് ചുമ്മാ ഇട്ടുകൊണ്ട് അറിയത്ത് പോലുമില്ല പോക്കറ്റിനകത്ത് കിടപ്പുണ്ടെന്ന് നമ്മൾ അറിയത്ത് പോലുമില്ല. ഓക്കെ, SSD ഉണ്ട്, സിമ്പിൾ പരിപാടി. ഓക്കെ, ഒരു റിഗ് മൊത്തത്തിലുണ്ട്, സ്ക്രീന്, അതുപോലെ തന്നെ ആ ചെയർ. ലൈക്ക് ദിസ് ഈസ് വാട്ട് വി ഫീൽ വെൻ വി ആർ ഇൻസൈഡ് എ റേസിംഗ് കാർ. അത് അതേപോലെ അവർ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷോക്ക് അബ്സോർബറും ആ ഗിയർ മാറുന്ന സമയത്തുള്ള G-ഫോഴ്സും എല്ലാം അതേപോലെ കിട്ടുന്നുണ്ട്. കിങ്സ്റ്റൺ ഈ റോഡ് റേസ് ചൂസ് ചെയ്തതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റേസിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു റേസിംഗ് കാർ ഒരുപാട് നേരം ഹൈ പെർഫോമൻസിൽ ഓടേണ്ടതായിട്ടുണ്ട് അല്ലേ. കുറച്ച് നേരം മാത്രം ഒരു ഹൈ പെർഫോമൻസിൽ ഓടിക്കഴിഞ്ഞാൽ ഒരു റേസ് ഒരിക്കലും ഒരു കാർ വിജയിക്കില്ല. ഈ കാറുകൾക്ക് വേണ്ടത് എക്സ്ട്രീം ആയിട്ടുള്ള പെർഫോമൻസും എക്സ്ട്രീം ആയിട്ടുള്ള ഡ്യൂറബിലിറ്റിയുമാണ്. കാരണം എത്രത്തോളം ഡ്യൂറബിൾ ആവുന്നോ അത്രത്തോളം നേരം നിങ്ങൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് അത്രയും പെർഫോമൻസും നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഞാനൊരു എൻറ്റയർ റേസ് കളിച്ചു. ഞാൻ വെർസ്റ്റപ്പനായിരുന്നു, ഹാമിൽട്ടനെയൊക്കെ ഞാൻ തോപ്പിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. റെഡ് ബുള്ളിൻ്റെ RB20 ആയിരുന്നു കാറ്. ആൻഡ് ഗായ്സ്, എന്ത് വലിയ എക്സ്പീരിയൻസ് നടന്നതായിരുന്നു എന്നറിയാമോ, ഒരു രക്ഷയില്ല. സോ ഗുഡെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നമ്മൾ ആ കാർ ഓടിക്കുന്നു, ആ കാറൊക്കെ വളയ്ക്കുന്ന സമയത്തുള്ള നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ഫീല് കിട്ടും. കാറിലേക്ക് വേറൊരു കാർ വന്ന് ഇടിച്ചു കഴിഞ്ഞാലൊക്കെ ഉള്ള ഒരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടും. ആൻഡ് കിങ്സ്റ്റൺ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്, ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തു. സോ ഗൈസ്, ഈ കാണുന്നതാണ് ഒരു AI PC. സോ AI PC മീൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു കാറിൻ്റെ അകത്തുള്ള ഡേറ്റയെ മൊത്തത്തിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറാണ് ഈ കാണുന്നത്. സോ ഈ ഒരു കമ്പ്യൂട്ടർ എന്തിനാണ് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാറിന് ആക്ച്വലി ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാർ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ഓടും. സോ ഈ ഒരു കാർ ഓടുന്ന ഡേറ്റ മൊത്തത്തിൽ പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കണ്ടായിരുന്നോ, നമുക്ക് അതിൻ്റെ മൊത്തം ഒരു സിമുലേഷനായിട്ട് കാണിക്കുന്നുണ്ട്. കുറേ ഡേറ്റ ഉണ്ട്, കുറേ സെൻസേഴ്സ്, കുറേ ഡേറ്റ കൊടുക്കുന്നുണ്ട്. ആ ഡേറ്റേനെ അവരൊരു സിമുലേഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടോ, ഈ സിമുലേഷൻ ഈ പ്രോസസ്സ് മൊത്തം ചെയ്തതിന് ശേഷം ഈ ഡേറ്റേനെ ഈ ഒരു കാറിലേക്ക് കൊടുത്തിട്ട് ആ കാർ പൈലറ്റ് പോലും ഇല്ലാതെ, അതായത് ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ ഓടിക്കും. അറ്റ് ദ സെയിം ടൈം ഇതാണ് നമ്മുടെ ആ കമ്പ്യൂട്ടർ. സോ ഈ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഓൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഒരു സ്പെസിഫിക്കലി AI കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കിട്ടില്ല, ബട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറേ പ്രോസസ്സുകൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണിത് എന്നുള്ളതാണ് സാരം. NYCU സ്റ്റുഡൻസ് ആണ് ഈ ഒരു കാർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കിങ്സ്റ്റൺ ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.